എനിവേ നമുക്ക് ഇന്ന് യൂണിറ്റ് 6 ആണ് നമ്മുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കൂൾ എന്നുള്ളതാണ് നമുക്കിന്ന് നമ്മളുടെ ഈ പുതിയ യൂണിറ്റിലുള്ളത്. ബ്ലോക്ക് 3 ആണ്, യൂണിറ്റ് 7 സ്കൂൾ ആസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, യെസ് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇത് കുറച്ച് കൂടുതലുണ്ട് ഈ യൂണിറ്റ്, പക്ഷേ എങ്കിലും സിമ്പിളാണ്. നമ്മൾ മറ്റേ BEdനൊക്കെ പഠിച്ച ലെവലേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മറ്റേതിലൊക്കെ നമുക്ക് കുറച്ച് തിയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ തിയറീസ്, എന്തൊക്കെ തിയറികളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കൂലി തിയറി അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. അങ്ങനത്തെ തിയറികളൊന്നും ഇതിലില്ല, സിമ്പിളാണ്. സ്കൂൾ ആസ് എ സോഷ്യൽ സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് സ്കൂൾ? This unit define what a system is and spell out the various characteristics that make the school a system. Social structure of schools: elementary school, secondary schools, elementary school, secondary school, the Indian system, school class, functions of school, school child relation, then structure and organization of a school, characteristics of school as an organization, then principles of authority, bureaucratization of schools. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ സ്കൂൾ ആസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ളതിൽ നോക്കാനുണ്ട്. സ്കൂൾ ആസ് എ സോഷ്യൽ സിസ്റ്റം. സ്കൂൾ ഡിസ്ക്രൈബ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് പൊസിഷൻസ് ആൻഡ് റോൾസ്. സ്കൂളിൻ്റെ റോൾ എന്താണ്, സ്കൂൾ എന്തൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ആ ഫങ്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സ്കൂൾ. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സോഷ്യലൈസേഷൻ സിസ്റ്റമാണ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. ഇറ്റ് ഹാസ് ദ ഫോർമൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇമ്പാർട്ടിംഗ് നോളജ് ഇൻ ദോസ് ഡിസിപ്ലിൻ വിച്ച് ആർ മോസ്റ്റ് സെൻട്രൽ ടു അഡൽട്ട് ഫങ്ഷനിങ് ഇൻ ദ സൊസൈറ്റി. ഇപ്പോൾ സ്കൂളിൽ ഏതൊക്കെ തരം സ്കൂളുകളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്? എലിമെൻ്ററി സ്കൂളാണ്. സിമിലർ ഏജ്, ഒരേപോലത്തെ ഏജിലുള്ള ആളുകൾ വരുന്ന എലിമെൻ്ററി സ്കൂളുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡറി സ്കൂളാണ് നെക്സ്റ്റ് വരുന്നത്. സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഹൈസ്കൂൾ വരെയുള്ള ക്ലാസ്സുകൾ 5th, 6th, 7th, 8th, 9th, 10th വരെയുള്ളത് സെക്കൻഡറി സ്കൂളിൽ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ എന്താണ് സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഒരുപാട് ഇതാക്കി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സോഷ്യൽ സ്ട്രക്ചർ, അതിൽ സ്കൂൾ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സോഷ്യലൈസേഷൻ സിസ്റ്റം ആണ്. സോഷ്യലൈസേഷൻ സിസ്റ്റം ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ് ഡിഫറൻസസ് ഇൻ സോഷ്യൽ സ്ട്രക്ചർ ബിറ്റ്വീൻ ദ എലിമെൻ്ററി ആൻഡ് ദ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾ ഇതിൽ ജസ്റ്റ് വായിച്ചു പോവുക. സ്കൂളിൻ്റെ സ്ട്രക്ചറിൽ വരുന്നുണ്ട് എലിമെൻ്ററി സ്കൂളും സെക്കൻഡറി സ്കൂളും. Then Indian system. In the Indian context, schooling developed around individuals who had acquired knowledge through personal efforts or by sitting at the feet of the learned. ലേണറുടെ അടുത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ഡിറ്റ് എന്നും മൗലവി എന്നും പല രീതിയിലുള്ള ഇസ്ലാമുകൾ മൗലവി എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ സിസ്റ്റം ഓഫ് സ്കൂളിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് സ്കൂളിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കൂടുതൽ ഏതെങ്കിലും ഭാഗം എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സ്കൂൾ ക്ലാസ് എന്താണ്? ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് സിറ്റുവേഷൻ ആണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് സ്കൂൾസ് ഫങ്ഷൻസ് ആസ് ഓർഗനൈസേഷൻസ് ബൈ ഗ്രൂപ്പിംഗ് ദെയർ പീപ്പിൾസ് അക്കോർഡിംഗ് ടു വേരിയസ് പെഡഗോഗിക് പ്രിൻസിപ്പിൾസ്. എന്താണ് പെഡഗോഗി എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെഡഗോഗി ആൻഡ് ഡിസിപ്ലിൻ? Content. Content. Our discipline means School subjects. Discipline means student, not students. Subjects. Learning or socialization in school class involves a clear distinction between two groups, the pupils and the professionals like teachers, instructors or lecturers. നമ്മൾ കൊടുക്കുന്ന പേരാണിതെല്ലാം. who are charged with the responsibility of providing education. ഇതൊക്കെ സ്കൂളിനെ കുറിച്ചൊക്കെ നിങ്ങളെല്ലാവരും സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ. സോ ഫാർ ദ സ്ട്രക്ചർ ഓഫ് ദ സ്കൂൾ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ എന്താണ് സ്കൂളിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഫങ്ഷൻസ് ഓഫ് സ്കൂൾ.
സ്കൂളിൻ്റെ ഫങ്ഷൻസ്. സ്കൂളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എനി സിസ്റ്റം ഈസ് എക്സ്പെക്റ്റഡ് ടു സെർവ് എ ഫങ്ഷൻ. എല്ലാത്തിനും ഒരു ഫങ്ഷൻ വേണം അല്ലേ? മേക്കിംഗ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ലാർജർ ഹോൾ. രണ്ട് രീതിയിലുള്ള ഫങ്ഷൻസ് നമുക്ക് സ്കൂളിൽ ഏതെല്ലാം രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. School has many relationship with persons and organization in the wider society, and the school teacher has to try to re-counsel influencing hearing upon him and inside and outside of the four walls of the school. One would see the school as a community oriented for both children and teachers live in the same community, meeting during school hours, which are working hours, and there are vacations of some length when the school is dispersed. അല്ലേ? സ്കൂളിൻ്റെ ഒരു സ്കൂളിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണോ നടക്കുന്നത്, all schools perform this function all through the actual content will vary from one country to another, from one culture to another. Besides, the school classroom is a situation where a child not only learns about adult role but learns also how to perform them. എന്താണ് 3 R's എന്ന് പറയുന്നത്? സ്കൂളിൽ നിന്ന് നമ്മൾ എന്താണ് 3 R പഠിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്? റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരിത്മെറ്റിക്. റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരിത്മെറ്റിക്. Very good. Reading, writing and arithmetic. The 3 R's are imparted to the child, as are also minor manual skills like drawing, craft or making things in wood or metal, cloth or wool. School-child relationship. Functions of the school. There is a great possibility of conflict in such a role set because what the parents feel should constitute the education of the child is not necessarily what the school board considers it should be. അപ്പോൾ സ്കൂളിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ സ്കൂൾ ചൈൽഡ് റിലേഷൻഷിപ്പ്. സ്കൂളും ചൈൽഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? സ്കൂൾ ഫ്രം എ ഡിഫറെൻ്റ് ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ ദാറ്റ് ഓഫ് ബീയിങ് ആൻ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്കൂൾ കോംപ്ലക്സ് ആണ് അല്ലേ? ദ കോംപ്ലക്സ് പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ പീപ്പിൾ ബിക്കംസ് എവിഡന്റ് ഇൻ ദ ഫൈൻഡിങ്സ്. വെർ ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ദാറ്റ് children at the primary school who were aware of their teachers' feelings had a higher estimate of themselves. A better school achievement and according to the teacher were better behaved in class. അപ്പോൾ സ്കൂളിൽ സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലുള്ള റിലേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതലും സ്കൂളിൽ ടീച്ചേഴ്സിന് ഇമ്പോർട്ടൻസ് നമ്മുടെ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ എങ്ങനെയായിരിക്കും ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും അല്ലേ? പ്രോബബ്ലി ഹാവ് ഓൺലി വൺ ടീച്ചർ. ഷീ ഈസ് ആൻ ഇൻഫൻറ്റ് ഇൻ പ്രൈമറി സ്കൂൾ who will teach everything she has to learn at the age. ആ ഏജിലേക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിപ്പിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. സ്കൂളിലുള്ള ടീച്ചർ പറയുന്നതാണ് കുട്ടികൾക്ക് അവരതിനൊരു വേദവാക്യമായിട്ട് കൊണ്ട് നടക്കുക. The variation in styles and methods is considerable and this represents variation in role playing. School-child relationship. Then സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് എ സ്കൂൾ. സ്കൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? സ്കൂളിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കണം? അപ്പോൾ അതിൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ദ സ്കൂൾ ഇൻ സച്ച് തിയറീസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. പിന്നെ the school structure and the functioning of a school is studied at a descending level of generally. It will have a formal constitution defining the distribution of roles within it, the allocation of resources and disciplinary powers, and the content and the method of teaching. ഒരു ഇൻഫോർമൽ പാറ്റേൺ ഓഫ് പവർ ഉണ്ട്, ഇൻഫ്ലുവൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് വാല്യൂ സിസ്റ്റം. The structure and culture of a school is shaped in an important way by outside influences while partially deriving from the logic of teaching and learning situation. But there is a differentiation of roles induced by the work activities in the internal structure of the organization of the school.
This means administration becomes separated from teaching, and because of the need for coordination, a hierarchy of administration level comes into being. So, school നമുക്ക് non-teaching counselor ഉണ്ടായിരിക്കും to take up the responsibility of advising and counseling the students. ഒരു bureaucratization കാണാം of relations with responsibilities and jurisdictions formally circumscribed and rules formally elaborated to perform decisions for maximum fairness and independently taken place as a role structure of school becomes more complicated. കുറച്ച് ലാംഗ്വേജ് ഇതിൽ നമുക്ക് പെട്ടെന്ന് സ്കൂളിൻ്റെ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ സ്കൂളിൻ്റെ സ്ട്രക്ചറും ഓർഗനൈസേഷനും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ ആസ് ആൻ ഓർഗനൈസേഷൻ, ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവേണ്ടതെന്ന് ഇവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. An important defining characteristics of school system relates to their organizational objectives or goal. അങ്ങനെ പോയിന്റ്സ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കൂ കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് സ്കൂൾ സിസ്റ്റത്തിൽ പറയുന്നത് റിലേറ്റ്സ് ടു ദയർ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ്. അത്രയും മാത്രം നിങ്ങൾ ആ ഫസ്റ്റ് പോയിന്റിൽ നോക്കിയാൽ മതി. പിന്നെ another defining feature of the school relates to the social environment in which the goal of the school is accomplished. Third one, through its functionaries are primarily professionals. The formal control of the school system is in the hands of the layman. This is yet another defining characteristics of schools. സ്കൂളിൻ്റെ ബോർഡ് ഉണ്ട് അല്ലേ, സ്കൂൾ ബോർഡ് നമുക്ക് എല്ലാവർക്കും സെക്കൻഡറി സ്കൂൾ ബോർഡ് ഉണ്ട്. ഗവൺമെൻറ് ബോർഡായിരിക്കും, ചിലപ്പോൾ പ്രൈവറ്റ് ആയിരിക്കും, ചിലപ്പോൾ എയ്ഡഡ് ആയിരിക്കും. അപ്പോൾ മേജർ സ്ട്രക്ചറൽ ലിങ്ക് ബിറ്റ്വീൻ സ്കൂൾസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. ഈ ബോർഡാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ദ മേജർ സ്ട്രക്ചർ ലിങ്ക് ആണ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് ദ കമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും, യൂഷ്വലി കോംപ്രമൈസിങ് 3 to 10 ഇൻഡിവിജ്വൽസ് എലക്റ്റഡ് യൂഷ്വലി ബൈ ദ കമ്മ്യൂണിറ്റി. ഒരു PTA എന്നൊക്കെ പറയുന്നത് പോലെ കേട്ടോ, വിച്ച് സെർവ്സ് ആസ് ആൻ ഇന്റർമീഡിയേറ്ററി ബിറ്റ്വീൻ ദ സിറ്റിസൺസ് ആൻഡ് ദ പ്രൊഫഷണൽ എഡ്യൂക്കേറ്റേഴ്സ്. വളരെ പോയിന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ദ അതോറിറ്റി. 3 principles of authority are distinguished by Burton Clark in the control of schools: public trusteeship, bureaucracy and colleagueship. 3 principles ആണ് എന്ത് അതോറിറ്റിയിൽ പറയുന്നത്. ബർട്ടൺ ക്ലാർക്ക് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് ട്രസ്റ്റ് ഈസ് ദ ഡോമിനന്റ് ഫോം ത്രൂ വിച്ച് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ബൈ എ ലേ ബോഡി റെപ്രസെന്റേറ്റീവ് സ്റ്റേറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നു ബ്യൂറോക്രസി ആണെന്ന്. അത് കഴിഞ്ഞ് കൊളേജിയേറ്റ് ടൈപ്പ് പ്രീ സപ്പോസസ് ദ ഈക്വൽ ഷെയറിംഗ് ഓഫ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പിയേഴ്സ്. പ്രിൻസിപ്പിൾസ് ഓഫ് അതോറിറ്റി ഇതൊക്കെ ഇങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. 3 പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ പബ്ലിക് ട്രസ്റ്റിഷിപ്പ്. പബ്ലിക് ട്രസ്റ്റിഷിപ്പിൽ കഴിഞ്ഞാൽ അടുത്തത് ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് സ്കൂൾസ്. അതിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, ഹൈറാർക്കി ഓഫ് അതോറിറ്റി, റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, impersonality. എന്താണ് impersonality? As the class sizes increases at a school, face-to-face interaction decreases, whereby teachers experience difficulties in giving personal attention to each student. Impersonality എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് സ്കൂളിൽ വരുന്നുണ്ട്. അത് വെബർ ആണ് പറഞ്ഞിരിക്കുന്നത്. 5 basic characteristics of bureaucracy are evident in the vast majority of schools at all level, primary, secondary or even college. എവിടെ പോയാലും നമുക്ക് ഈ ഒരു ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് സ്കൂൾസ് കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഡിവിഷൻ ഓഫ് ലേബറിലാണെങ്കിലും അതുപോലെ തന്നെ ഹൈറാർക്കി ഓഫ് അതോറിറ്റി, റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻ, impersonally, then employment based on technical qualification. ഇത്രയും കാര്യങ്ങൾ ബ്യൂറോക്രസിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക.
അപ്പോൾ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറും അതേപോലെ തന്നെ എന്താണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നതിൽ പബ്ലിക് ട്രസ്റ്റിഷിപ്പാണ്, ബ്യൂറോക്രസിയും അതേപോലെ കൊളീഗ്ഷിപ്പ്. എന്തായിരിക്കും കൊളീഗ്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്കൂൾ സിസ്റ്റത്തിൽ സെയിം സൈസ് മേ ബി ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്. അതിലാണ് കൊളീഗ് സിക്നസ് എന്ന് പറയുന്ന ഇത് വരുന്നത്. അങ്ങനെ എവരി സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ സബ്സിസ്റ്റം. എല്ലാ സൊസൈറ്റികളിലും ഉണ്ട്. നമ്മൾ സ്കൂളിൻ്റെ ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഐഡിയൽസ് ആൻഡ് പ്രോസസ്സസ് ടു ഫർദർ റിഫൈൻ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രോസസ്സസ്. ഈ യൂണിറ്റിൽ നമ്മൾ കൂടുതലും എന്താണ് പറഞ്ഞത്, എന്താണ് സ്കൂളിൻ്റെ ഫങ്ഷൻ എന്താണ്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ സൊസൈറ്റിയും സ്കൂളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത്, സോഷ്യൽ പ്രോസസ്സസ് ലൈക്ക് ബ്യൂറോക്രസിയെ കുറിച്ച് ഇതിൽ കൂടുതലും പറയുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാന്ന് തോന്നുന്നു, ബ്യൂറോക്രസി. ഓക്കെ, അപ്പൊ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കൂളിംഗ് എന്നുള്ളതിൽ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോ കൾച്ചറൽ പ്രോസസ് ആൻഡ് സ്കൂളിംഗ്. എന്താണ് സൊസൈറ്റി? ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഇത് മുഴുവനും ഒന്നും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്, കാരണം സ്കൂളിനെ കുറിച്ചും സ്കൂളിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും സ്കൂളിന്റെ ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം എഴുതാൻ അറിയാവുന്ന കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിലുള്ളത്. അത്ര ഭയങ്കര ടഫായിട്ടുള്ള ഒരു പോർഷനായിട്ട് എനിക്ക് ഈ മൊഡ്യൂൾ തോന്നിയില്ല. മറ്റേതൊക്കെ കുറച്ച് തിയറീസും എക്കണോമിക് സ്റ്റാറ്റിക്സും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ഭാഗം ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ യൂണിറ്റ് 7 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓൾമോസ്റ്റ്. ഇനി അടുത്തത് യൂണിറ്റ് 8 ആണ്. 19 യൂണിറ്റ് അല്ലേ ഉള്ളത് നമുക്ക്. അതിൽ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് ആണ്. ദാറ്റ് ഷോസ് ദാറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് പ്ലേ എ റോൾ ഇൻ ദി സ്കൂളിംഗ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ സ്കൂളിംഗ് ഓഫ് ചിൽഡ്രൻ, സ്കൂളും സ്കൂളിംഗ് ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പം നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായി. എന്താണ് സ്കൂളിംഗ്? Is the experience get from the school? സ്കൂളിൽ നടക്കുന്ന വിദ്യാഭ്യാസം എന്താണ്? സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ ആ സ്കൂളിംഗ് എന്താണ്? സ്കൂളിംഗ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മളൊരു എഡ്യൂക്കേഷൻ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്നു, കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. അവിടെ എന്താണ് ശരിക്കും നടക്കുന്നത്? എഡ്യൂക്കേറ്റഡ് പേഴ്സൺസും നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ പേഴ്സണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയായിരിക്കും? ദാറ്റ് പേഴ്സൺസ് ഇൻ കൾച്ചർഡ് പേഴ്സൺ ആയിരിക്കും അല്ലേ, സോഷ്യലി മിങ്കിൾ ചെയ്യുന്ന ആളായിരിക്കും, സോഷ്യലി ഇന്ററാക്റ്റീവ് ചെയ്യുന്ന ആളായിരിക്കും. ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സ്കൂളിങ്ങിലൂടെ ഇതൊക്കെ തന്നെയാണോ കിട്ടുന്നത്? സ്കൂളിങ്ങിന്റെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സ്കൂളിംഗ് ആസ് എ സോഷ്യോ കൾച്ചറൽ പ്രോസസ് എന്നാണ് പറയുന്നത്. എന്താണ് സോഷ്യൽ കൾച്ചറൽ പ്രോസസ്സ്? സൊസൈറ്റി, കൾച്ചർ, നോളജ്, പിന്നെ സോഷ്യൽ കൾച്ചറൽ പ്രോസസ്സ്. അതിൽ കുറച്ച് തിയറികൾ വരുന്നുണ്ട്. സ്ട്രക്ചറൽ ഫങ്ഷനിസം, ന്യൂ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ, അക്കോമഡേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ഫെമിനിസ്റ്റ് തിയറീസ്. പിന്നെ സ്കൂളിംഗ് ആസ് എ സോഷ്യോ കൾച്ചറൽ പ്രോസസ്. ഓക്കെ, അപ്പം നമുക്ക് സൊസൈറ്റി, കൾച്ചർ ആൻഡ് നോളജ്, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. ഒരു സൊസൈറ്റിയും can be considered homogeneous? No society can be considered homogeneous. Social organization at the level of family, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഫാമിലി, പിയർ ഗ്രൂപ്പ്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, റീജിയൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്കൂൾ സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ, it is also marked by inequalities across social class, caste and gender. The scenario is further complicated by other social variables like race, religion, ethnicity and location. ഒരുപാട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് സൊസൈറ്റീസ് ദാറ്റ് ദീസ് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ആൻഡ് ഇൻഫ്ലുവൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് സൊസൈറ്റി. അപ്പൊ നമുക്ക് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആൻഡ് നോളജ്. എന്താണ് കൾച്ചർ? കൾച്ചർ എന്ന് പറയുന്നത് ഈസ് എ പ്രീഡോമിനന്റ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി.
There are different definitions of culture, but common to all definitions is that culture provides a terrain, a kind of map of possible meanings with which to make sense of the world. എന്താണ് കൾച്ചർ? എന്താണ് നോളജ്? നോളജ് ഈസ് റിലേറ്റഡ് ടു ദ socio-cultural context in a critical way. The social distribution of power in any society is determined by what knowledge counts as being relevant, and it is those sections that are in relative positions of power in any society who have access to knowledge. So what is knowledge? What is culture? What is the difference between culture and knowledge? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. A social distribution of power in any society is determined by that what knowledge counts as being relevant, and it is those sections that are in relative positions of power in any society who can access this knowledge with relatively less effort എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോളജും അതുപോലെ തന്നെ കൾച്ചറും നമ്മുടെ സൊസൈറ്റിയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഹൗ സോഷ്യൽ ക്ലാസസ് ഓർ സർട്ടൻ പവർഫുൾ സെക്ഷൻസ് കണ്ടിന്യൂ ടു റിമെയിൻ സോ ത്രൂ സെവറൽ ജനറേഷൻസ് ഈസ് റിലേറ്റഡ് ടു ദ റിലേറ്റീവ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പവർ വീൽഡ് ബൈ ദീസ് സെക്ഷൻസ്. ഇതിൽ പോയിന്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ, വെറുതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഇനി സ്കൂളിംഗ് ആൻഡ് സോഷ്യൽ കൾച്ചറൽ പ്രോസസ്സസ്. നമുക്കറിയാം സ്കൂളിൽ നിന്നാണ് കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്. ലാംഗ്വേജ് പഠിക്കുന്നു, സോഷ്യലൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു, സോഷ്യൽ എക്സ്പീരിയൻസ് പഠിക്കുന്നു, കൾച്ചറൽ റിസോഴ്സസ് നേടുന്നു, ഇല്ലേ? കുറേ കാര്യങ്ങൾ ഈ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിങ്ങിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഈസ് നെസസറിലി framed by a set of normative ideals which characterize the educated persons. എന്താണ് സ്കൂളിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സ്കൂൾസ് ആർ നോട്ട് ഐസൊലേറ്റഡ് socially blind institutions. As inherently social institutions, they respond to maintain, create, reinforce and also have a potential to contradict social cultural processes in wider society. നമുക്കറിയാം, നമുക്ക് നമ്മളെ പോലെയുള്ള ടീച്ചേഴ്സിന് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ സ്കൂൾ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾ എങ്ങനെയാണ്, അവർക്ക് എല്ലാവർക്കും സ്കൂളിലേക്ക് വരാനാണ് താല്പര്യം. ഇപ്പോൾ കൊറോണ സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും തന്നെ അധ്യാപകർ കുറേ ബുദ്ധിമുട്ടി. കാരണം കുട്ടികൾക്ക് ആർക്കും തന്നെ പഠിക്കാൻ സാധിച്ചില്ല, ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. പക്ഷേ ഓൺലൈൻ ക്ലാസ്സിനേക്കാളും കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ലൈവ് ക്ലാസ്സസ് ആണ്. അവർക്ക് സ്കൂളിൽ വരാനാണ് താല്പര്യം. സ്കൂളിൽ നിന്നാണ് കുട്ടികളുടെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അവരുടെ കൾച്ചറായാലും നോളജ് ആയാലും ഡൈവേഴ്സിറ്റി ആയാലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സ്കൂളിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്കൂളിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ തിയററ്റിക്കൽ ഫ്രെയിം വർക്കാണ് ടു അണ്ടർസ്റ്റാൻഡ് സ്കൂളിംഗ് ആസ് എ സോഷ്യോ കൾച്ചറൽ പ്രോസസ് എന്നുള്ളതിന് കുറച്ച് തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂളിംഗ് ആസ് എ സോഷ്യോ കൾച്ചറൽ പ്രോസസ് അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അതിലാണ് നമ്മുടെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം. എ ഡോമിനന്റ് പാരഡിം വിത്ത് ദ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ബി സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ആരുടെയാണത്? പാഴ്സൺസിൻ്റെയാണ്. Relationships. These perspectives provide a view of society as a system tending towards equilibrium, performing required functions of enculturation with the context when cultural values are consensually shared. അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. The functionalist framework does not provide us with the adequate answer to the question why certain norms are considered valuable or who sets these norms. ഇതിൽ നമ്മൾ ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുമ്പോൾ അതൊരു ഫ്രെയിം വർക്കാണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ്, നിങ്ങളെല്ലാം ക്ലാസ്സിൽ കൺസ്ട്രക്റ്റിവിസം ആണോ ബിഹേവിയറിസം ആണോ ഏതാണ് ഫോളോ ചെയ്യുന്നത് ടീച്ചേഴ്സ്?
നിങ്ങളുടെ സ്കൂളിൽ Constructivism. കൺസ്ട്രക്റ്റിവിസം ആണ്. ബിഹേവിയറിസ്റ്റ് മെത്തേഡിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടോ? എല്ലാവരും കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു ഇല്ലേ? ഓക്കെ. അപ്പോൾ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ അവിടെ നടക്കണമെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റിവിസം തന്നെ ഫോളോ ചെയ്യണം. ഇനി ന്യൂ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് schools playing a essential role in enculturating the youngs into accepted social norms has dominated sociological studies of education. ഇതെല്ലാം നമ്മുടെ ക്ലാസ് റൂമുകളിൽ നിന്നാണ് കിട്ടുന്നത്. ഈ തിയറിക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് ന്യൂ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ. ന്യൂ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യുങ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് പാഴ്സൺസിൻ്റെ ആണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഇത് യുങ്ങിൻ്റെ ആണ് ന്യൂ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ. യുങ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? The primary aim is to open up some alternative directions for sociological inquiry in education. എന്നാണ് യുങ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യോളജി കംസ് ഫ്രം ഗോഫ്സ്മാൻസ് ഡ്രാമാറ്ററേജുക്കൽ. അതൊക്കെ നിങ്ങൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സും ആന്ത്രോപോളജിക്കൽ റിസർച്ചിൽ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ കോട്ട് ചെയ്ത് തന്നെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ശ്രമിക്കുക. സ്കൂൾ ബേസ്ഡ് റിസർച്ച് നടന്നിട്ടുണ്ട്. ഇന്ററാക്റ്റീവ് ഫ്രെയിംവർക്ക് ഹാസ് എക്സാമിൻഡ് ദ വേസ് ബൈ വിച്ച് ദോസ് ഇൻവോൾവ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ കൺസ്ട്രക്ട് ഡിഫൈൻ ആൻഡ് മാനേജ് ദെയർ എവരിഡേ വേൾഡ്. പിന്നെ നമുക്ക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ, അത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ മാർക്സിസ്റ്റ് തിയറിയാണ്. വിത്ത് ദെയർ എംഫസൈസ് ഓൺ ക്ലാസ് റിലേഷൻഷിപ്പ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് സ്റ്റഡീസ് ഓഫ് എഡ്യൂക്കേഷൻ. ന്യൂ മാർക്സിസ്റ്റ് ഫ്രെയിംവർക്ക്. അങ്ങനെ സോഷ്യോ കൾച്ചറൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും സോഷ്യൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതുപോലെ ക്ലാസിഫിക്കേഷൻ, ഫ്രെയിമിംഗ്, കൾച്ചറൽ ക്യാപിറ്റൽ ആൻഡ് ഇൻഹാബിറ്റൻസ്. അപ്പോൾ ഈ തിയറി ഓഫ് കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ പോയിന്റ് ഓഫ് ബേൺസ്റ്റീൻസ് അനാലിസിസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൽ കുറേ ആളുകളുടെ പേര് ഈ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ പേരുകൾ റെഫർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്നും നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾ പഠിച്ചെടുക്കുക. എല്ലാ പേരുകളും കോട്ട് ചെയ്ത് എഴുതുന്നത് എളുപ്പമൊന്നുമല്ല. എങ്കിലും നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് 2-3 പേരുടെ പേരെങ്കിലും നിങ്ങൾ ഒന്ന് കോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈ അക്കോമഡേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൾച്ചറൽ റീപ്രൊഡക്റ്റീവ് തിയറീസ് ഹാവ് ബീൻ ക്രിട്ടിക്ഡ് ഫോർ ദെയർ ഓവർ എംഫസൈസ് ഓൺ ക്ലാസ് ആസ് എ സോഷ്യൽ കാറ്റഗറി ആൻഡ് നോട്ട് adequately following in their conceptual framework the possibilities for conflict and contradiction. Equivalent situations in the Indian context ഇവർ പറയുന്നു. ഫോർ എക്സാമ്പിൾ ഇൻ കോ എഡ്യൂക്കേഷണൽ സ്കൂൾസ് ഉണ്ടല്ലേ. ഇപ്പോൾ കോ എഡ്യൂക്കേഷണൽ സ്കൂളുകൾ വേണമെന്നല്ലേ പറയുന്നത്, സിംഗിൾ സ്കൂൾ വേണ്ടല്ലോ. ഗേൾസ് ആർ ഓഫൺ അൺഹെൽഡ് ആസ് ബീയിങ് ഐഡിയൽ സ്റ്റുഡൻസ് ഡ്യൂ ടു ദെയർ സപ്പോസ്ഡ് docility which make them fit the image of obedient non-destructive student in the classroom. Girls accommodate to this ideology but also resist in using subtle and subversive tactics and stitching, drawing, etc. അതിനോടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് അതിനൊക്കെ അക്കോമഡേഷൻ ആൻഡ് റെസിസ്റ്റൻസിൽ നമുക്ക് സ്റ്റുഡൻസ് കോത്താരി കമ്മീഷനിൽ തന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ടല്ലേ. ടീച്ചർ എന്താണ് ഗേൾസ് സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ആയിട്ടൊരു കരിക്കുലം, ബോയ്സ് സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ആയിട്ടൊരു കരിക്കുലം, ഇതൊക്കെ വേണം എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശ്രീജയ്ക്ക് ശ്രീജയുടേതായ വ്യക്തിപരമായ നോ മാം അല്ലേ. നമ്മൾ പഴയ ഒരു സിസ്റ്റത്തില് നമ്മുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ പഴയ കമ്മീഷനുകളും എല്ലാം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം അതിൽ ലേഡീസിന് എത്ര ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരുന്നത്.
അല്ലേ? ഇപ്പം ഗേൾസ് ആണെങ്കിൽ അവർ സ്റ്റിച്ച് ചെയ്യണം, ബോയ്സ് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യരുത്, ഗേൾസ് കുക്കിംഗ് ചെയ്യണം, ബോയ്സ് അഗ്രികൾച്ചർ പണി ചെയ്യണം. ഇങ്ങനെ പല പല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ അക്കോമഡേഷൻ ആൻഡ് റെസിസ്റ്റൻസിൽ അതാണ് പറയുന്നത്. Perspectives of schools as institutions with relative autonomy comes from the Gramscian notion of hegemony എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടേതായ ലാംഗ്വേജിൽ കുറച്ച് കോട്ട് ചെയ്ത് എഴുതിക്കോളൂ. ഇനി ഇതിൽ യൂറോ അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നമ്മൾ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ് പുതുമയില്ല അല്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മൾ ഫെമിനിസ്റ്റ് അപ്രോച്ചുകളൊക്കെ നമ്മൾ ഫെമിനിസം അല്ലെങ്കിൽ ജെൻഡർ ഇതൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻ നമ്മുടെ റൗണ്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾക്ക് ചുറ്റും തന്നെ ഉണ്ടല്ലേ? നമ്മളെല്ലാവരും തന്നെ ഈ എഡ്യൂക്കേഷനിൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ ജെൻഡറൊക്കെ നമുക്കൊരു കോമൺ സബ്ജക്റ്റാണ്. പണ്ടത്തെ പോലെയല്ല, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഈ ഫെമിനിസ്റ്റ് തിയറികളൊക്കെ നമ്മുടെ നാട്ടില് 1980 ഇതിന്റെ നമ്മുടെ ഈ നോട്ടിൽ കിടക്കുന്നത്. ഇത് യൂറോ അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണ് ഫെമിനിസ്റ്റ് സ്കോളർഷിപ്പ് ഓൺ സ്കൂളിംഗ് ആൻഡ് കരിക്കുലം ഹാസ് ഫോളോഡ് ടു ഡിസ്റ്റിങ്ക്റ്റ് ട്രഡീഷൻ. ലിബറൽ ഫെമിനിസ്റ്റ് അപ്രോച്ച് കൊണ്ട് വൈൽ ഡോക്യുമെന്റിംഗ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് സ്കൂൾ പ്രാക്ടീസസ് did not place their findings with an analysis of society and the economy. സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകളും ഉണ്ട്. രണ്ട് തരം ഫെമിനിസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. On the other hand, make the primary assumptions that schooling is connected to class structure and the economy, and that capitalism and patriarchy are related and mutually reinforcing. പിന്നെ ഇതിൽ റെസിസ്റ്റൻസ് തിയറീസ് പറയുന്നുണ്ട്, വിച്ച് എംബോഡിഡ് ദോസ് പോസിബിലിറ്റീസ് ഹാവ് ഓൾസോ ബീൻ യൂസ്ഡ് ഇൻ ഫെമിനിസ്റ്റ് എഡ്യൂക്കേഷണൽ റിസർച്ച്. ഒക്കെ 1978 1983 ഇതിലൊക്കെയുള്ള തിയററ്റിക്കൽ ഫോർമുലേഷൻസ് ഒക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്കൂളിംഗ് ആസ് എ സോഷ്യോ കൾച്ചറൽ പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. കണ്ടന്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക്, ആസ്പെക്ട്സ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ് സ്കൂൾ സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ദ സ്കൂൾ സച്ച് ആസ് ഈറ്റിംഗ് പാറ്റേൺ, ടാസ്ക് അസൈൻമെന്റ് ബൈ ടീച്ചേഴ്സ്. ഇതെല്ലാം തന്നെ നമ്മുടെ സോഷ്യോ കൾച്ചറൽ പ്രോസസ്സിൽ വരുന്ന, സ്കൂളിങ്ങിൽ വരുന്ന കുറച്ച് എക്സാമ്പിളായിട്ട് വി നൗ ടേൺ ടു ദ വേസ് ഇൻ വിച്ച് സോഷ്യോ കൾച്ചറൽ പ്രോസസ്സസ് ഇൻഫ്ലുവൻസ് സ്കൂൾസ്. സ്കൂൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കണ്ടന്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റിൽ എന്തൊക്കെ ഉണ്ടാവണം? സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ, ലാംഗ്വേജ് യൂസ്ഡ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്, ജെൻഡേഴ്സ് എക്സെട്ര. പിന്നെ ഫിസിക്കൽ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ സ്കൂൾ സച്ച് ആസ് സീറ്റിംഗ് പാറ്റേൺസ്, ടാസ്ക് അസൈനേഷൻ ബൈ ടീച്ചേഴ്സ്, the ways in which behavior is perceived, monitored and controlled, teachers' expectations, system of reward and punishment, labeling pattern, verbal and non-verbal communication. ഇതെല്ലാം ക്ലാസ് റൂമുകളിൽ ജനറലായിട്ട് നടക്കുന്ന പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ആസ് ആൻ എഡ്യൂക്കേഷണൽ ഇൻപുട്ട്. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത്, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഈ 8ാമത്തെയും 9ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും യൂണിറ്റിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 9ാമത്തെ യൂണിറ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ 7ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ആർക്കാ പറയാൻ പറ്റുക? ഐനിക ഒന്ന് പറയുമോ? സ്കൂൾ ആസ് എ സോഷ്യൽ സിസ്റ്റം എന്നുള്ള, അല്ലെങ്കിൽ സ്കൂൾ ആസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ളതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, മനസ്സിലാക്കിയത്? അതിനകത്ത് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സ്കൂൾ പഠിച്ചു. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സ്കൂൾ, എലിമെന്ററി ഇന്ത്യൻ സിസ്റ്റം, സ്കൂൾ ക്ലാസ്, ഫങ്ഷൻസ് ഓഫ് സ്കൂൾ പഠിച്ചു. പിന്നെ സ്കൂൾ സ്റ്റൈൽ റിലേഷൻസ് പഠിച്ചു. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് സ്കൂള്, അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ പഠിച്ചു. പിന്നെ പ്രിൻസിപ്പിൾസ്, കുറെ പ്രിൻസിപ്പിൾ പറഞ്ഞു ഇല്ലേ? പിന്നെ ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് ദ സ്കൂൾ.
അപ്പൊ ഈ ഹെഡിങ്ങുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വീണ്ടും 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 വായിക്കുക. അല്ലാതെ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ ഓരോ വരിയായിട്ടൊന്നും കാണാതെ പഠിച്ചു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്തത് സ്കൂളിംഗ് ആസ് എ സോഷ്യോ കൾച്ചറൽ പ്രോസസ്സാണ്. സ്കൂളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂളിൻ്റെ സോഷ്യോ കൾച്ചറൽ പ്രോസസ് ആൻഡ് സ്കൂളിംഗ്, സൊസൈറ്റി, കൾച്ചർ, നോളജ്, സ്കൂളിംഗ് ആൻഡ് സോഷ്യോ കൾച്ചറൽ പ്രോസസ്സസ്, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സും നോക്കി ടു അണ്ടർസ്റ്റാൻഡ് സ്കൂളിംഗ് ആസ് എ സോഷ്യോ കൾച്ചറൽ പ്രോസസ്. അതിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം, then new sociology of education, social and cultural reproduction, accommodation and resistance, feminist theories, schooling as a socio-cultural process. അതിന് കുറച്ച് എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ടീച്ചർ ആസ് ആൻ എഡ്യൂക്കേഷണൽ ഇൻപുട്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും അതിനോട് യോജിക്കുന്നു? ടീച്ചർ ഒരു എഡ്യൂക്കേഷണൽ ഇൻപുട്ട് ആണെന്ന്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ടീച്ചേഴ്സ് ഈസ് ദാറ്റ് ഓഫ് ദ ക്ലാസ് റൂം ടീച്ചേഴ്സ്. എസെൻഷ്യലി ടീച്ചർ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ഹെർ ക്ലാസ് റൂം ടീച്ചിങ്. നോളജ് ഈസ് ഓർഗനൈസ്ഡ് ഫോം ഈസ് ഇമ്പാർട്ടഡ് ടു സ്റ്റുഡൻസ് ഇൻ സ്കൂൾസ്. അപ്പോൾ ടീച്ചറാണ് ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ആളല്ലേ. അപ്പോൾ ആസ് ആൻ ഇൻസ്ട്രക്ഷണൽ ഇൻപുട്ട് ദ ടീച്ചർ ഹാസ് ദ ഫോളോയിങ് മേജർ കൺസേൺസ്. എന്തൊക്കെയുണ്ട്? ഫോർമുലേറ്റിംഗ് ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, organizing learning experience to achieving the instructional objectives and judging if the instructional objectives are achieved. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ആള് ആദ്യം ചെയ്യുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആദ്യം തന്നെ എന്ത് ചെയ്യും? ഫ്രെയിം വർക്ക് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും ഒരു മുന്നൊരുക്കം ഉണ്ടാവില്ലേ? 3 stages ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രീ ഫേസ് ഉണ്ട്, ക്ലാസ്സിലുള്ള ഇൻറ്ററാക്ഷൻ ഫേസ് ഉണ്ട്, പിന്നെ ആഫ്റ്റർ ദ ക്ലാസ് റൂം നമ്മൾ എന്തൊക്കെയാണ് ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫോർമുലേറ്റിംഗ് ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ടീച്ചർ ഫോർമുലേറ്റ് ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ ഓർഗനൈസിങ് ലേണിംഗ് എക്സ്പീരിയൻസ്. എന്തൊക്കെ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ക്ലാസ്സിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ടു അച്ചീവ് ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ ജഡ്ജിങ് മീൻസ് ഇവാലുവേഷൻ ഇഫ് ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. ഇത് മൂന്നും ചെയ്യുന്നത് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഓർഗനൈസസ് ദ എക്സ്പീരിയൻസ് കീപ്പിംഗ് ദ മൈൻഡ്. നമുക്കറിയാം ഏതൊക്കെ ആണ്. ബ്ലൂമിന്റെ ടാക്സോണമി ഓർക്കുന്നു ആരെങ്കിലും? യെസ് മാം. എങ്ങനെയാണ് ലേണിംഗ് എക്സ്പീരിയൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത് ബ്ലൂമിന്റെ ടാക്സോണമിയിൽ? ആദ്യം ഏത് ഡൊമൈനാണ്? കോഗ്നിറ്റീവ് ഡൊമൈൻ, പിന്നെ എന്താണ് അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. സൈക്കോമോട്ടർ. അപ്പോ അതൊക്കെ നമ്മൾ BEdന് പഠിച്ചതാണ്. The teacher organizes the learning experience keeping in mind the cognitive, affective and psychomotor development of the people. The overall development of the people is kept in mind while formulating the instructional objectives as well as evaluating learning outcome. Once the teacher gets feedback on individuals, pupils, learning strength and weakness, the feedback helps the teacher to consider different teaching strategies for എഫക്റ്റീവ് ലേണിംഗ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നടത്തുന്ന കാര്യങ്ങൾ തന്നെ. സൈക്കോമോട്ടർ ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും. നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരാണല്ലോ, അച്ഛന്മാരും ഉണ്ട് ഇതിൽ. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ എന്താണ്? അഫെക്ഷൻ ഉണ്ടല്ലേ. നമ്മുടെ മക്കൾക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര അഫക്റ്റീവ് ഡൊമൈൻ നമ്മുടെ നന്നായിട്ട് വർക്ക് ചെയ്യും നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ. കോഗ്നിറ്റീവ് ഡൊമൈനോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ. ബ്ലൂമിന്റെ ടാക്സോണമിയിലുള്ള നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അപ്രീസിയേഷൻ, പിന്നെ ഇവാലുവേഷൻ, സിന്തസിസ്, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ അല്ലേ. ഈ 6 സ്റ്റെപ്പുകൾ നമ്മളെല്ലാം BEdന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളിലും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ടീച്ചർ ആസ് ആൻ ഇൻസ്ട്രക്ഷണൽ ഇൻപുട്ടാണ് ടീച്ചർ. ടീച്ചറാണ് ഈ നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും ആപ്ലിക്കേഷനും അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ പ്രോസസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത്.
ടീച്ചർ ഒരു ഇൻപുട്ട് തന്നെയാണ്. പിന്നെ ടീച്ചറും കരിക്കുലവും തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ടീച്ചർ, ഹൗ ടു ടീച്ച് ദ കരിക്കുലം. കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിലബസ് അല്ലേ? സിലബസിനെ നമ്മൾ കരിക്കുലം എന്ന് പറയും. ടൈപ്സ് ഓഫ് കരിക്കുലം ആൻഡ് ദ സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ കരിക്കുലം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ കരിക്കുലം പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ട്രാൻസാക്ഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇതെല്ലാം നമ്മൾ നോക്കുക തന്നെ വേണം. കരിക്കുലം പ്ലാനിങ്ങിൽ ഒരു ടീച്ചറുടെ റോൾ എന്താണ്? നിങ്ങൾ കരിക്കുലം റിവിഷനൊന്നും നമ്മൾ ടീച്ചേഴ്സിന് നിങ്ങൾ പോയിട്ടുണ്ടാവില്ല അല്ലേ? കരിക്കുലം പ്ലാനിങ്ങിന് ആരെങ്കിലും പോയിട്ടുണ്ടോ ഇതിൽ CRT ടീച്ചേഴ്സ്? ഇല്ല. അപ്പൊ കരിക്കുലം പ്ലാനിങ്ങിലൊക്കെ ശരിക്കും ടീച്ചേഴ്സിനെയും കൂടി ഇൻവോൾവ്ഡ് ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. കാരണം ടീച്ചറാണ്, ടീച്ചർക്ക് അറിയണ്ടേ, ടീച്ചർക്ക് ഈ വി ഹാവ് എ ഹൈലി സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് നമ്മുടെ നാഷണൽ ലെവലിലും. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, എന്താണത്? NCF അല്ലേ? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF. അതുപോലെ NCRT, നാഷണൽ കരിക്കുലം, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് NCRT എന്ന് പറയുന്നത് അല്ലെ? NCRTയിലും SCRTയിലും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിലും എല്ലാം ടീച്ചേഴ്സ് പങ്കെടുത്താൽ അത്രയും നല്ലത്. കരിക്കുലം ഒരാൾ ജോയിൻ ചോദിക്കുന്നുണ്ട് അവിടെ. ഇനി മേമനാണ് ജോയിൻ ചെയ്യിക്കുന്നത്? അല്ല 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 അല്ല, നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടുണ്ട് ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആണോ? അത് ഞാനല്ലല്ലോ, മറ്റേ രേഷ്മ മാഡം ആണ് ചെയ്യിപ്പിക്കുന്നത് അവിടെ, നമ്മുടെ സെന്ററിൽ നിന്നാണ് മക്കളെ. ഓക്കെ, ഞാനല്ല കേട്ടോ. സിലബസ്, ടെക്സ്റ്റ് ബുക്ക്, ഇതിലൊക്കെ ടീച്ചേഴ്സിന്റെ റോൾ ഉണ്ട്. അതുപോലെ ഇവാലുവേഷനിലും ടീച്ചർക്ക് വലിയ റോളുണ്ട്. ടീച്ചറുടെ ക്ലാസ് റൂമിൽ ഇവാലുവേഷൻ, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇത് ടീച്ചിങ് ക്ലാസ് റൂമിൽ, ടീച്ചിങ് ടൈമിൽ നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ആഫ്റ്റർ ദ ക്ലാസ് റൂം നമ്മൾ നടത്തുന്നതാണ് എന്ത്? സമ്മേറ്റീവ് ഇവാലുവേഷൻ. അത് ടീച്ചറിനും സ്റ്റുഡൻറ്റിനും രണ്ടുപേർക്കും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി നമ്മൾ പറയുന്നുണ്ട് ടീച്ചർ ആസ് എ മെൻറ്റർ. ഇപ്പൊ പുതിയ വാക്കുകളൊക്കെയാണ്. എന്താണ് മെൻറ്ററിങ്? അതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ആയിട്ടൊന്നും അല്ല. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ടീച്ചർ ഒരു മെൻറ്ററാണ്. വിച്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക്കലി സെഷനാണ്, ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ. പക്ഷേ മെൻറ്ററിങ്ങിൽ എന്താണ്? അതൊരു സിസ്റ്റമാറ്റിക് ഒന്നും അല്ല. ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്സാണ്. എൻക്വയറിങ് ആൻഡ് പ്ലസന്റ് ഡിസ്പോസിഷൻ ദാറ്റ് മേക്സ് ദം അപ്രോച്ചബിൾ ടു സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ആളാണ് ടീച്ചർ. മെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെൻറ്റർ നടത്തുന്ന ആള്. നമ്മുടെ എല്ലാ ടീച്ചർ മെൻറ്റേഴ്സ് ഹെൽപ്പ് ദെയർ പീപ്പിൾസ് ടു ബിൽഡ് ഓൺ ദെയർ സ്ട്രെങ്ത്തുകളും അതേപോലെ തന്നെ ഗീവ് മോറൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഓഫ് ഓവർകം വീക്ക്നെസ് ആൻഡ് ഫെയിലിയേഴ്സ്. വളരെ സിമ്പിളായിട്ടുണ്ട്. പിന്നെ ടീച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ ടീച്ചറുടെ റോൾ എന്ത്? ഇതിനു മുമ്പും ഒരു ക്ലാസ് റൂമിൽ ഞാൻ പറഞ്ഞു, ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂംസ്. എവിടെയാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. എവിടെയായിരുന്നു? ഏത് കമ്മീഷനിലാണ് പറയുന്നത്? ഏത് കമ്മീഷനിലാണ് പറയുന്നത് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂം? നിങ്ങൾ പറഞ്ഞതൊക്കെ മറന്നുപോയോ? കോത്താരി കമ്മീഷൻ മിസ് പറഞ്ഞോ, മറന്നോ നിങ്ങള്? എല്ലാവരും ആകെ ടയേർഡായിട്ട് ഇങ്ങനെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന, നിങ്ങൾ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്നൊന്നും ഞാൻ പരിചയപ്പെട്ടില്ലെങ്കിലും പറയുകയാണ്. ഒരു എനർജി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യണം എനിക്ക്. ഓക്കെ, അപ്പൊ ടീച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സൊസൈറ്റി. ടീച്ചർ മസ്റ്റ് വർക്ക് വിത്ത് ദ കമ്മ്യൂണിറ്റി ടുവേർഡ്സ് upholding our constitutional values of democracy, secularism, social justice, elimination of poverty and eradication of illiteracy. ഇതൊക്കെയല്ലേ ടീച്ചറുടെ റോള് കമ്മ്യൂണിറ്റിയിൽ. സ്കൂൾസ് ആസ് സ്റ്റേറ്റ് അപ്പാരറ്റസ്.
are often used as portals of cultural reproduction by powers of dominance. Teachers are state functionaries, here some under pressure to become agents of reproductive of the culture of the dominant group. അപ്പോൾ ടീച്ചറും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുക. പിന്നെ ടീച്ചർ ആസ് എ സ്റ്റേറ്റ് അപ്പാരറ്റസ്. എന്താണ് സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺട്രോൾ ഓഫ് സ്റ്റേറ്റ്. കൺട്രോൾ എന്ന് പറയാൻ നമുക്ക് സ്റ്റേറ്റിന്റെ ഒരു അപ്പാരറ്റസ് ആയിട്ടുള്ള ആളാണ് ടീച്ചർ എന്ന് പറയുന്നത്. സ്കൂൾ എഡ്യൂക്കേഷൻ ബിഗൻ ദ ടീച്ചർ റിസീവ്ഡ് റെമ്യൂണറേഷൻ ഫ്രം ദ പേരൻസ് ഓഫ് ദ പീപ്പിൾസ് ഇൻ കൈൻഡ് ഓർ ഇൻ ക്യാഷ്. When school education came under the control of the state വരുമ്പോൾ the school teacher became a functionary of the state. അല്ലേ? നമുക്ക് ഇതിൽ കുറെ പേരൊക്കെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവില്ലേ? ഹലോ, നമ്മളെല്ലാം ഗവൺമെന്റ് സ്കൂളിൽ, നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ ഇതില്? അല്ലെ, ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഗവൺമെന്റിന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അല്ലേ? ശരിക്കും നമ്മള് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയാ, അതൊരു നമ്മൾ മലയാളം വാക്ക് നോക്കിയാൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഒരു സാധനം അല്ലെങ്കിൽ ഉപകരണം എന്നൊക്കെയുള്ള മീനിങ്ങിലാണ്. ഉപകരണമാണ് അപ്പാരറ്റസ്. അപ്പൊ അതില് ഈ ടീച്ചർ ആസ് എ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന്റെ ഒരു ഉപകരണം, നമ്മൾ തനി പച്ച മലയാളത്തിൽ അത് എടുക്കരുത്. സ്റ്റേറ്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ടീച്ചർ. ഗവൺമെന്റ് സർവീസിൽ വരുമ്പോൾ ടീച്ചർ ബിഗാൻ ടു ബി കൺസിഡേർഡ് ആസ് എ സ്റ്റേറ്റ് അപ്പാരറ്റസ് ഓഫ് പവേഴ്സ് ഓഫ് ഡോമിനൻസ്. ദർ ഡ്യൂട്ടീസ്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ടീച്ചറിന്റെ ഡ്യൂട്ടി? സ്റ്റേറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു? അഡ്മിഷൻ, കീപ്പിംഗ് റെക്കോർഡ്സ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ടെക്സ്റ്റ് ബുക്ക്. പല ടീച്ചേഴ്സും ലൈബ്രറിയുടെ ഒക്കെ ചാർജ് ഉണ്ടാവില്ലേ? സംടൈംസ് ഫെച്ചിങ് ടെക്സ്റ്റ് ബുക്സ് ഓർ any other material under any government scheme, for example midday meal and such other jobs, എല്ലാം നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. ബെല്ലടിക്കുന്ന ടീച്ചേഴ്സ് വരെ കാണും ഇവിടെ. സ്കൂളിൽ പോയാൽ പ്യൂൺ പുറത്തേക്ക് എങ്ങാനും പോയാൽ ചിലപ്പോൾ ഒരു പീരീഡ് കഴിയുമ്പോൾ വലിയ വരെ അടിക്കേണ്ട ടീച്ചേഴ്സ് ഉണ്ടാവും. The role definition of the school teacher underwent a drastic change and the teacher became a state apparatus under the state control. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിൽ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഈ ഒരു മുകളിൽ പഠിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇപ്പൊ ഈ യൂണിറ്റുകളൊക്കെ രസമാണ് കേട്ടോ, നമുക്ക് വായിച്ചു പോകാൻ. ഒറ്റ സ്ട്രക്ചറിൽ നമുക്ക് ഈ 56 പേജ് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ടീച്ചർ ആസ് ഇൻസ്ട്രക്ഷണൽ ഇൻപുട്ട് ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതേപോലെ ടീച്ചറും കരിക്കുലവും തമ്മിൽ ബന്ധം വേണം. കാരണം ടീച്ചർ കരിക്കുലം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പിലുണ്ടായിരിക്കണം. കരിക്കുലം ട്രാൻസാക്ട് ചെയ്യുന്ന ടീച്ചറാണ്. ഇവാലുവേഷൻ നടത്തുന്നത് ടീച്ചറാണ്. ടീച്ചർ ആസ് എ മെന്റർ. ടീച്ചറും കമ്മ്യൂണിറ്റിയും തമ്മിൽ എന്താണ് റിലേഷൻ? ടീച്ചർ ആസ് എ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മളുടെ 10ാമത്തെ 9 9 അടുത്തത് നമ്മൾ 10ാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണ്. ടീച്ചിങ് പ്രൊഫഷൻ എന്നുള്ളതിൻ്റെ എന്താണ്? മേജർ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ സ്ട്രക്ചേഴ്സ്? അണ്ടർസ്റ്റാൻഡ് എഡ്യൂക്കേഷൻ ഏതൊക്കെ ലെവലുകളിൽ? ടീച്ചിങ് ടു ഇൻഫൻസ്, ടീച്ചിങ് സ്കൂൾ ചിൽഡ്രൻ, ക്രിയേറ്റിംഗ് ലേണിംഗ് എക്സ്പീരിയൻസ്, ടീച്ചിങ് അറ്റ് ടെറിഷറി ലെവൽ, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ടീച്ചിങ് ആസ് പ്രൊഫഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടീച്ചിങ് ആസ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ആൻഡ് സെക്ടേഴ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദം. ലൊക്കേറ്റിംഗ് എഡ്യൂക്കേഷൻ പോട്ടെ. മേജർ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷൻ, വിഷൻ ആൻഡ് ഇതിൽ പറയുന്നുണ്ട് മേജർ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷൻ്റെ വിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, അതൊരു ഓപ്പറേഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണ്, ഓഫ് വിച്ച് ടീച്ചിങ് ലേണിംഗ് ഈസ് സെൻട്രൽ. മേജർ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷൻ
ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതൊക്കെയാണ് ഈ മേജർ കമ്പോണൻസ് ആയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്ട് ക്വാളിഫൈസ് വൺ ടു ബി എ പ്രൊഫഷണൽ, എപ്പോഴാണ് നമ്മൾ ഒരാൾ പ്രൊഫഷണൽ എന്ന് പറയുക? ആ പ്രൊഫഷനിൽ അയാൾക്ക് ക്രിയേറ്റിംഗ് എ മീനിങ് ഫ്രം ദിസ് എക്സ്പീരിയൻസ്, ഒരു എക്സ്പീരിയൻസിലൂടെയാണ് അയാളെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ടീച്ചിങ് പ്രൊഫഷൻ അപ്പം എങ്ങനെയാണ് ടീച്ചർ ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് റാദർ ദാൻ ട്രാൻസ്മിറ്റിംഗ് നോളജ് ടു ദ സ്റ്റുഡൻസ്. ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും നോളജ് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതിനേക്കാളും കൂടുതലായിട്ട് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് വരുമ്പോഴാണ് എന്താകുന്നത്? ടീച്ചിങ് പ്രൊഫഷനായി മാറുന്നത്. അപ്പം നമ്മളുടെ എല്ലാം പ്രൊഫഷനാണ് ടീച്ചിങ് എന്നുണ്ടെങ്കിലും പലരും ടീച്ചിങ്ങിനൊരു പാഷനായിട്ട് എടുത്തിരിക്കുന്നവർ ഇതിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ടീച്ചിങ് നമ്മൾ എപ്പോഴും ഒരു പാഷനായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡിഫൈനിങ് പ്രൊഫഷൻ, എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷണൽസ്, ഇപ്പം നമ്മൾ പറയും അഡ്വക്കേറ്റ് ഒരു പ്രൊഫഷനാണ്, ഡോക്ടർ ഒരു പ്രൊഫഷനാണ്, എഞ്ചിനീയർ ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട്? അപ്പോൾ കണ്ട് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നോർമലി എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, മാനേജേഴ്സ് ആർ കോൾഡ് പ്രൊഫഷണൽസ്. എന്തുകൊണ്ടാണ് നമ്മൾ അവരെയൊക്കെ പ്രൊഫഷണൽസ് എന്ന് പറയുകയും അപ്പം നമ്മളും ഒരു പ്രൊഫഷണൽ ആണ് എന്ന് പറയുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ നമുക്ക് ആദ്യം എഡ്യൂക്കേഷണൽ സ്ട്രക്ചേഴ്സ് നോക്കാം. അപ്പോൾ എന്താണ് ആ പ്രൊഫഷൻ എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ. ദ പ്രൊഫഷണൽസ് മേ അക്വയർ ദ റെലവൻറ്റ് ആൻഡ് ഡിസൈർഡ് നോളജ് ആൻഡ് skills from more than one area, but the consolidated outcome would clearly be of the different nature from all the areas from where the professionals acquire knowledge. ഒരു സ്ഥലത്തു നിന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്നുമാണ് നമ്മുടെ നോളജ് വരുന്നത്. അപ്പം നമുക്കതിന് നമ്മൾ എന്ത് പറ്റും? നമ്മളതിനെ പ്രൊഫഷണൽ എന്ന് പറയുന്നു. വേരിയഡ് ടാസ്ക് ആൻഡ് ചലഞ്ചസ് വിത്ത് കോൺഫിഡൻസ് ആൻഡ് കമ്പോണൻസ്, that is why they are called professionals. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എഡ്യൂക്കേഷൻ സ്ട്രക്ചർ നമുക്കറിയാം. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ട്, അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, എലിമെന്ററി എഡ്യൂക്കേഷൻ, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി. ഹയർ സെക്കൻഡറി. ഓക്കെ, ആയിക്കോട്ടെ. ഹയർ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷനാണ് ഇവിടെ എന്ത് പറയുന്നത്? ടെറിഷറി എഡ്യൂക്കേഷൻ. അപ്പോൾ there is a network of education institutions which provide schooling to learner groups. It may be helpful if we present some specific reference in the context of our country. Education was largely through socialization in the family and the community. പിന്നെയോ education got associated with factors like caste system, religion, economic status of family. Gradually, education spread to wider sections of society. ഇതൊക്കെ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചറിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. And now we find it in the form of network of education institution at various stages of education. Attempts to universalize education has been aspired for a long time. പിന്നെ നമുക്കിതിൽ മെയിനായിട്ടും പറയാനുള്ളത് കോൺട്രിബ്യൂഷൻസ്. എന്ത് കോൺട്രിബ്യൂഷൻ? സോഷ്യോളജി ആസ് എ സയൻസ് ഓഫ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു has become a dominant area of knowledge in social science that contributes to understand of education and its process in socially relevant ways. ഏതൊക്കെ രീതിയിലാണ് സോഷ്യലി റെലവൻ്റ് എന്ന് പറയുമ്പോൾ? കോൺസെപ്റ്റ് ഇൻ സോഷ്യോളജി, ക്വാളിറ്റി, ഇക്വിറ്റി, അക്കൾച്ചറൈസേഷൻ, ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഒരു 7 പോയിന്റ് ഉണ്ട് അതിൽ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ പോയിന്റ്, ഒരു 7 പോയിന്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കൂ മിസ്, 1 മിനിറ്റിൽ വരാം. നോക്കിക്കൊണ്ടിരിക്കുന്നു മാഡം.
Okay. It is for the perspective outline about which education is to be viewed, that the concept and theories in sociology become relevant knowledge component in education. However, for proper placement of these and their utilization in studies of pedagogy and education in general, it may be relevant to consider the following concept in sociology. അതിലെന്തൊക്കെയാണ് ഇക്വാളിറ്റി, ഇക്വിറ്റി, acculturation, organizational structures, etc. are relevant, and they help in deconstructing educational situations and conditions. Similarly, theories of sociology offer explanations to educational process at a macro level. These provide a broader framework in which micro situations in education can be viewed by conceptualized and thus understood. ഇത് മുഴുവനൊന്നും പഠിച്ചില്ലെങ്കിലും ആദ്യത്തെ ഒരു വരിയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. Next, it is with the help of knowledge in sociology we recognize that learning mind must not be separated from experiences. It is for the knowledge context in education delineated under 1 and 2. എന്താണ് ഈ 1 and 2 എന്ന് പറയുന്നത്? മുകളിൽ കണ്ട ഇതാണ് കോൺസെപ്റ്റ് ഇൻ സോഷ്യോളജിയും വിത്ത് ദ ഹെൽപ്പ് ഓഫ് നോളജ്. നെക്സ്റ്റ്, however, we need to recognize that knowledge in sociology is just one component that informs educational practice and its understanding. Then, as a corollary of what is stated under 4 means we need to recognize that knowledge in society, theories relevant to education are to be integrated with practice in education and collective conceptualization sought. Knowledge from society offers explanation and understanding of social phenomena related to education occurring at a macro level. Education as an area of study has a wide domain which has varied forms of knowledge and understanding. ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങൾ ഈ 7 പോയിന്റും നിങ്ങൾ പഠിച്ചു വെക്കണം. എഡ്യൂക്കേഷണൽ സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കി എഴുതിയാൽ മതി, അല്ലാതെ ഇത് മുഴുവൻ അങ്ങനെ കാണാതെ പഠിക്കണമെന്ന് എളുപ്പമല്ല. പിന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ്റെ ലെവലുകൾ? ടീച്ചിങ് ടു ഇൻഫൻസ്. ഇൻഫൻസിനെയും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഇൻവോൾവ്ഡ് ഇൻ ടീച്ചിങ്, മൈൻഡിങ്, പ്രീ സ്കൂൾ, early school children. Pure understanding such professionals may perhaps be required to understand child psychology and learning behavior more than knowledge of any particular discipline or area. As young children at this stage explore the outside world and very quickly try to understand the system and accordingly develop their own system. Infant, പിന്നെ teaching school children, then creating learning experience, sensory motor. ഇതൊക്കെ പിയാഷയുടെ തിയറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ലേണിംഗ് എക്സ്പീരിയൻസിൽ പിയാഷയുടെ ലേണിംഗ് തിയറി ഒന്നുകൂടി പറയാം. പിയാഷെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഫ്രം ഇൻഫന്റ് ടു അഡൽട്ട് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി ഐഡന്റിഫൈഡ് ഫോർ 4 യൂണിവേഴ്സൽ ആൻഡ് കോൺസിക്യൂട്ടീവ് സ്റ്റേജസ് ആണ്. നിങ്ങൾക്കറിയാം സെൻസറി മോട്ടോർ സ്റ്റേജ് ഇത് 0 to 2 years ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഉണ്ട് 7 to 11. 11 years ആകുമ്പോൾ പ്രിയാഷയുടെ കണക്കനുസരിച്ച് കുട്ടികളുടെ എല്ലാ ഡെവലപ്മെന്റും കഴിഞ്ഞു. ക്രിയേറ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പെഡഗോഗിക്കൽ പ്രോസസ്സ് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ക്ലിയർലി സജസ്റ്റ് ദ നേച്ചർ ഓഫ് എബിലിറ്റീസ് ആൻഡ് ദ ലെവൽ ഓഫ് കൊഗ്നിഷൻ at which learning activities can be pitched in pedagogical process for different age levels. പിന്നെ വൈഗോസ്കിയുടെ തിങ്കിങ് ആസ് എ ക്യാരക്ടറിസ്റ്റിക്സ് നോട്ട് ഓൺലി ഓഫ് ദ ചൈൽഡ് ബട്ട് ഓൾസോ ഓഫ് ദ ചൈൽഡ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ കൺസ്ട്രക്റ്റിവിസത്തിൽ പഠിക്കുന്നുണ്ട്. ZPD. അതെ, ZPD. അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്.
കൺസ്ട്രക്റ്റിവിസത്തിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണും. ഹി സജസ്റ്റ് ദാറ്റ് ദ ലേണർ മീനിങ് മേക്കിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ. എന്നാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള യൂണിറ്റുകളല്ല. പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ, എപ്പിസ്റ്റമോളജിക്കൽ കോണ്ടെക്സ്റ്റ്, പ്രീ സ്കൂൾ സ്റ്റേജും എലിമെൻ്ററി സ്റ്റേജും സെക്കൻഡറി സ്റ്റേജ്, ഇതിലൊക്കെ എങ്ങനെയാണ്. പിന്നെ ടീച്ചിങ് അറ്റ് ടെറിഷറി ലെവൽ. ടെറിഷറി ലെവൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഹയർ എഡ്യൂക്കേഷൻ സ്റ്റേജിലാണ് ടെറിഷറി ലെവൽ എന്ന്. The approach to pedagogical attempts have to be still different for the following features of knowledge and competency. The study at higher education are specialized, no doubt. Teaching has to ensure it. അപ്പോൾ അങ്ങനെ ടീച്ചിങ് ആയിട്ട് ടെറിഷറി ലെവലിൽ എങ്ങനെയാണ് ടീച്ചിങ്? ഇൻ സർവീസ് പ്രോഗ്രാം ഫോർ ടീച്ചർ ഡെവലപ്മെന്റ്, റിവ്യൂ ഫോർ സച്ച് അസസ്മെന്റ് പെർഹാപ്സ് ഷുഡ് ഇൻവോൾവ് ദ ടീച്ചേഴ്സ് who organize these programs and those who have participated in them. നിങ്ങളൊക്കെ ഇൻ സർവീസ് പ്രോഗ്രാമിനൊക്കെ പോയി കാണണം. ചിലപ്പോൾ നിങ്ങളുടെ കരിക്കുലം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് കാണുമല്ലേ ഒരു ഇൻ സർവീസ് പ്രോഗ്രാമിനൊക്കെ. സർവീസിലിരിക്കെ തന്നെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, ഇപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ലേണിംഗ് അങ്ങനെയല്ലേ, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് നിങ്ങളിപ്പോൾ നടത്തുന്നത്. കറസ്പോണ്ടൻസ് കോഴ്സസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ യൂണിവേഴ്സിറ്റിയിലാണ് ഫസ്റ്റ് തുടങ്ങിയത്. സെലക്ട് കോഴ്സസ് ലൈക്ക് ഹ്യൂമാനിറ്റീസ് വെയർ ഓഫേർഡ് ഇനിഷ്യലി. പോളിസി ഡോക്യുമെന്റ്സ് ലൈക്ക് NPE നാഷണൽ പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ emphasized increased use of educational technologies. Most significantly, correspondence system of education received serious attention to assess its potential and social relevance. അങ്ങനെയുള്ള നമ്മുടെ ഇപ്പോൾ ഇഗ്നോയൊക്കെ അതുപോലെയല്ലേ, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണല്ലോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ടീച്ചിങ്. അപ്പോൾ അഗെയിൻസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ടീച്ചിങ് പ്രൊഫഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ്, ലേണേഴ്സ് ഇൻ ദി ODL ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിൽ കമ്പാരിറ്റീവ്ലി ഓൾഡർ ദാൻ ദോസ് ഇൻ ഫോർമൽ സിസ്റ്റം, ഓൾറെഡി ഐദർ എംപ്ലോയിഡ് ഓർ ലുക്കിംഗ് ഫോർ ദ സെയിം. പല ആളുകളാണല്ലോ ഇപ്പോൾ നിങ്ങളെ പോലെയുള്ള ജോലിക്കാരും ഒക്കെ ആ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും 2-3 കോഴ്സുകൾ ഡിസ്റ്റൻസ് മോഡിൽ ചെയ്തിട്ടുണ്ട്. The curriculum and pedagogic features in ODL system has above observation would suggested are geared to competence development as a required individual's life situation. ഈ ODLനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ ചോദിക്കുകയായിരിക്കും കേട്ടോ. കാരണം നിങ്ങളുടെ സിസ്റ്റം ആ ഒരെണ്ണം ആയതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും ഇതെല്ലാം നിങ്ങൾ ഒരു 2 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാവുന്നതേ ഉള്ളൂ ഈ യൂണിറ്റ്. കാരണം ടീച്ചിങ് എന്ന് പറയുന്ന മേജർ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്, ഡിഫൈനിങ് പ്രൊഫഷൻ എന്താണ്, എഡ്യൂക്കേഷൻ സ്ട്രക്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ വേർഡ്സ് വൈസ് ലെവൽസ് ഏതൊക്കെയാണ്. അതിൽ ടീച്ചിങ് ടു ഇൻഫൻസ് ഉണ്ട്, സ്കൂൾ ചിൽഡ്രൻ ഉണ്ട്, ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ടെറിഷറി ലെവലുണ്ട്, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷൻ എന്നുള്ളതിൽ പഠിക്കുക. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷൻ ആണ്. എന്താണ് കമ്മ്യൂണിറ്റി, എന്താണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷനിലുള്ള പോളിസി ഫ്രെയിംവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പഞ്ചായത്ത് രാജ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ആൻഡ് പേരന്റ് ടീച്ചർ അസോസിയേഷൻ PTA, പിന്നെ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ്, ഡീസെൻട്രലൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇത്രയും കാര്യങ്ങളും കൂടി നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഡിഫൈൻ കമ്മ്യൂണിറ്റി. എന്താണ് കമ്മ്യൂണിറ്റി? A group of people living almost in the same manner. ഈ മാനറിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് കമ്മ്യൂണിറ്റി നമ്മൾ പറയുന്നത്. നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിലാണ് അല്ലേ. ഈ ഹോമോജീനിയസ്, ഹാർമോണിയസ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് സോഷ്യൽ ഗ്രൂപ്പാണ്
is often criticized as construct of conservation ideology. അപ്പോൾ കമ്മ്യൂണിറ്റി എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കമ്മ്യൂണിറ്റി is the term participation. It is also used in different ways. In simple terms, by participation we can taking part in or involvement of people in any meaningful activity. അപ്പോൾ കമ്മ്യൂണിറ്റിയും പാർട്ടിസിപ്പേഷനിലും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എവിടേക്കാണ് വരുന്നത്? പാർട്ടിസിപ്പേഷൻ ക്യാൻ ബി ബോത്ത് പാസീവ് ഓർ ആക്റ്റീവ് അല്ലേ? ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാം, അതേപോലെ നമുക്ക് പാസീവായിട്ട് ഇരിക്കാം. People participate by being told what is going to happen or has already happened. For example, participation may be used to explain very rudimentary levels of consultation between agency staff and community members. Such a consultative process does not concede any sharing in decision making, and professionals are under no obligation to take on board people's lives. ഇത്രയൊന്നും പോകണ്ട, നിങ്ങൾ ജസ്റ്റ് എന്താണ് കമ്മ്യൂണിറ്റിന്നും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വരുന്നത് പാസീവായിട്ടും ആക്റ്റീവായിട്ടും. അതുപോലെ പാർട്ടിസിപ്പേഷൻ ക്യാൻ ബി ലെജിസ്ലേറ്റഡ് ഓർ സെൽഫ് മൊബിലൈസ്ഡ്. പാർട്ടിസിപ്പേഷൻ ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഓർ മെറ്റീരിയൽ കോൺട്രിബ്യൂഷൻ. ആ 3 ഹെഡിങ് മാത്രം അല്ല 3 പോയിന്റ്സ് മാത്രം പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ എഴുതിക്കോളൂ. ഇനി കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സും അതിൻ്റെ ഫങ്ഷൻസ് ഇൻ എഡ്യൂക്കേഷൻ. അതിൽ വരുന്ന മെയിനായിട്ടും വരുന്നത് പോളിസി ഫ്രെയിംവർക്ക് ഫോർ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ ആക്ട് ഹാസ് ഇൻവിസേജ്ഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ബോഡീസ് ആണ് ആസ് ദ ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട് ആൻഡ് പഞ്ചായത്ത് ലെവൽസിൽ. ഷെഡ്യൂൾഡ് ട്രൈബുകളെ കുറിച്ചും ഷെഡ്യൂൾഡ് കാസ്റ്റുകളെ കുറിച്ചും 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഈ പോളിസി ഫ്രെയിംവർക്കുകളൊക്കെ നമ്മൾ ഏകദേശം അതുപോലെ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. കാരണം അതൊന്നും നമുക്ക് ആ അമെൻമെൻറ്റ്സ് ഒന്നും മാറ്റി എഴുതാൻ പറ്റില്ല. അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 പ്രോഗ്രാം ആക്ഷൻ, അതിൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ അതാണ് POA 1992 എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ പ്ലാനിംഗ് and management of education at all levels and people's participation in education. അതൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ പഠിക്കണം. ദ ഫോർമേഷൻ ഓഫ് വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി BEC. അതുപോലെ എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ്. ആദ്യം പറഞ്ഞ 73rd and 74th അമെൻമെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി നമ്മൾ പറഞ്ഞു BEC എന്നല്ലേ. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പഞ്ചായത്ത് മെമ്പേഴ്സ് ഇൻ BEC ആൻഡ് അതർ കമ്മ്യൂണിറ്റി ഫോറം. റോൾ ആൻഡ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ പഞ്ചായത്ത് മെമ്പേഴ്സ് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആൻഡ് ആക്ച്വലൈസേഷൻ. നെറ്റ്വർക്കിംഗ് ഓഫ് പഞ്ചായത്ത് ആൻഡ് അതർ ഗവൺമെൻറ് നോൺ ഗവൺമെൻറ്റൽ ബോഡീസ്. പിന്നെ കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ് പറയണം. അതിൽ ഈ BECയും അതുപോലെ തന്നെ വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയും പേരൻറ് ടീച്ചർ അസോസിയേഷനും അവരുടെ റോൾ എന്താണ്? അവരാണ് കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. നിങ്ങളുടെ സ്കൂളിലും കാണുമായിരിക്കുമല്ലേ മദർ PTA ഒക്കെ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്, മദർ ടീച്ചർ അസോസിയേഷൻ ഉണ്ട്, പേരൻറ് ടീച്ചർ അസോസിയേഷൻ ഉണ്ട്, മദേഴ്സ് അസോസിയേഷൻ ആൻഡ് വുമൺ മോട്ടിവേഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ് ആണ്. അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ കുറച്ച് ഡെപ്തിൽ നോക്കുക. അതിൽ മെയിനായിട്ടും വന്നിരിക്കുന്ന ഈ വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയും പേരൻറ് ടീച്ചർ അസോസിയേഷനിലും ഒക്കെ മെയിനായിട്ട് പറയുന്നത് നേച്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി, പിന്നെ ഫോർമേഷൻ പ്രോസസ് ഇൻവോൾവ്ഡ്, ഏരിയാസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ഓപ്പറേഷൻ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെയും പേരൻറ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെയൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ജനറേഷൻ ആൻഡ് സബ്സിക്വൻസസ് ഓഫ് അവയർനെസ് among the village community, ensuring participation of all segments of population, developing teacher, instructor and community partnership to oversee and manage the effective
and the regular functioning of the school of center, visiting it with appropriate statutory and financial authority. MEA ensuring enrollment of all the children in the age group of 16 to 14 years. സെൻട്രൽ സ്പോൺസർഡ് പ്രോഗ്രാം ഉണ്ടല്ലോ, DPEP MES ഒക്കെ, അവരൊക്കെ ഇതിലുള്ള റോളുകൾ പറഞ്ഞിട്ടുണ്ട്. മോണിറ്ററിംഗ് സ്കൂൾ ആക്ടിവിറ്റീസ് ഫോർ റിട്ടൻഷൻ ആൻഡ് പ്രൊവൈഡിംഗ് ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പേയിങ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് ദ ഗേൾസ് ആൻഡ് അതർ ഡിസഡ്വാൻറ്റേജ്ഡ് പീപ്പിൾ. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് മാത്രം നോക്കി പഠിക്കും കേട്ടോ. ടു ഇൻവോൾവ് കമ്മ്യൂണിറ്റി വിത്ത് ദ സ്കൂൾ, to improve facilities in the school, compound wall, new classroom, toilet facility, repair and maintenance, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ മദർ PTA ഒക്കെ ഫങ്ഷൻസ് അവരെന്താണ് ചെയ്യുന്നത്? അസിസ്റ്റിംഗ് ദ ടീച്ചേഴ്സ് ഇൻ കണ്ടക്ടിങ് സ്കൂൾ ആക്ടിവിറ്റീസ്, ഹെൽപ്പിംഗ് ദ ടീച്ചേഴ്സ് ഇൻ കണ്ടക്ടിങ് ഡോർ ടു ഡോർ സർവേ വർക്ക്, assisting the teachers in pursuing the parents of unenrolled children for sending them to school, providing feedback to the teachers about the educational progress of their children. ഇതൊക്കെ മദർ PTA നടക്കുന്നുണ്ട്. ഈ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസിൽ പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ഇൻ വിച്ച് ഡിസിഷൻ മേക്കിംഗ് is entrusted to the community members. One may visualize proper community participation. ഇതിൽ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ പറയുന്നു, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ്, ഡീസെൻട്രലൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്കിതിൽ നോക്കാനുള്ളത്. എന്താണ് ഈ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ? കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇതിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാണ് ഡിഫറെൻറ്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇതിൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ കാണുന്നുണ്ട്, ഇൻ ഓർഡർ ടു പ്രൊമോട്ട് എൻവിറോൺമെൻറ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, ഇനീഷ്യേറ്റീവ്സ് സച്ച് ആസ് കലാജാഥ, നുക്കഡ് നാടക്, ബാലമേള, ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ആണ്. ഹാവ് ബീൻ മെയ്ഡ് ബിസൈഡ്സ് ഫോർ മീഡിയ കമ്പനീസ് ടു എൻഹാൻസ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ദ സ്റ്റേറ്റ്സ് ഹാവ് ഫോളോഡ് വേരിയസ് മൊബിലൈസിംഗ് ആക്ടിവിറ്റീസ്, റേഡിയോ, TV പ്രോഗ്രാം, പ്രൊഡക്ഷൻ ഓഫ് വീഡിയോ ആൻഡ് ഓഡിയോ കാസറ്റ്സ്, പ്രിന്റിംഗ് ഓഫ് ന്യൂസ് ലെറ്റേഴ്സ് ആൻഡ് പാംലെറ്റ്സ്. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവില്ലേ ന്യൂസ് ലെറ്റേഴ്സ്, പാംലെറ്റ്സ്, ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിലും ഇല്ലേ? യെസ് മാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് നമുക്ക് ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നു, അല്ലെങ്കിൽ മൊബിലൈസേഷൻ നടത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ട്രെയിൻഡ് ഫോർ ദിസ് പർപ്പസ് took up micro planning in the form of activities such as social and resource mapping, identification of out of school children, development of a village education register, village education plan. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ആൻഡ് പ്ലാനിങ്ങിൽ ഉണ്ട്. ആ രണ്ട് മൂന്ന് പാരഗ്രാഫ്, ഇതിൽ 2 പാരഗ്രാഫ് ഉണ്ട്. ആ 2 പാരഗ്രാഫിലും എല്ലാം മൊബിലൈസേഷനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ആണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് എന്നുള്ളതിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്തായിരിക്കും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ? ഒരു ടീച്ചറിൻ്റെ ഇൻവോൾവ്മെന്റ്, കമ്മ്യൂണിറ്റിയിൽ എത്രമാത്രം ഒരു ടീച്ചർ ഇൻവോൾവ് ആവുന്നു, ടീച്ചർക്ക് ഒരു എംപവർമെന്റ് നമുക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയിലും പേരന്റ് ടീച്ചർ അസോസിയേഷനിലും ഒക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം എംപവർമെന്റ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ചെയ്യാം. ലോക്കൽ എംപവറിംഗ് ആക്ഷൻ പെർഹാപ്സ് റിക്വയർ എ സ്ട്രോങ് സ്റ്റേറ്റ്, particularly in times when the dominant market mechanism can marginalize the poor further without state mediated safeguard. പിന്നെ ഡീസെൻട്രലൈസേഷൻ ഉണ്ട്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ട്.
അതും ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഇവർ പറയുന്നത്. ഇൻഡ്യൂസിങ് ഗ്രേറ്റർ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് എഡ്യൂക്കേഷൻ. According to 73rd and 74th amendments of the Indian Constitution, the panchayats have been entrusted with the responsibility of implementing compulsory and free elementary education. Panchayat system, therefore, is the main framework through which decentralization of education governance is currently being pursued. ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ക്യാൻ ബി ടേംഡ് മോസ്റ്റ്ലി ആസ് ലെജിസ്ലേറ്റഡ് പാർട്ടിസിപ്പേഷൻ ആയിട്ടാണ് പറയുന്നത്. അവിടെ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, there have been concentrated efforts on the part of central and state government to decentralize educational governance through Panchayat Raj institution. പിന്നെ വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി with representations from both the school and community have been formed. These bodies are getting strengthened under educational programs such as VPEP or SSA. Main objective of participatory development is to increase the involvement of social and economically marginalized people in making decisions regarding their own lives. The assumption is that participatory approach empowers people with the skill and confidence to analyze their situation. അപ്പം നമുക്ക് കൺക്ലൂഡിംഗ്ലി നമുക്ക് എന്താ പറയാൻ പറ്റുക? ദ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ ഇൻറ്റൻഡഡ് ടു ഫോക്കസ് ഓൺ ദ ഡിസഡ്വാൻറ്റേജ്ഡ് ആൻഡ് നീഡി പീപ്പിൾ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂള്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂളായിരുന്നു. 56 പേജോളം വരുന്നുണ്ട്. നമുക്കതിൽ എന്തൊക്കെയാണ് പറയാൻ പറ്റുക? നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഒരു 3-4 യൂണിറ്റ് അങ്ങ് ഒരുമിച്ചാണ് നമ്മൾ വായിച്ചു പോയത്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ എങ്കിലും കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മാഡം ഇന്ന് മാഡം എടുത്ത ക്ലാസ് ഇല്ലേ, അപ്പം അത് ആ ഭാഗത്തു നിന്ന് വരുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾസോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ, അയച്ചു തന്നതിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ജസ്റ്റ് എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് മോഡൽ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നേ. എങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാം ഒന്നും എടുത്ത് നോക്കില്ല. അവരെനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അയച്ചു തന്നിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അതിൽ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ മൊബിലിറ്റി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. നമ്മുടെ സോഷ്യൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എഫിഷ്യൻസി ഓഫ് ദ സ്കൂൾ സിസ്റ്റം, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ടീച്ചർ ആസ് എ മെന്റർ, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ടീച്ചർ ആസ് എ മെന്റർ. മാഡം അത് അയച്ചു തരുമോ?